ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ. അടുത്ത വെള്ളിയാഴ്ച ദിവസം പല പള്ളികളിലും മയ്യത്ത് നമസ്കാരത്തിന്റെ അഭ്യർത്ഥന സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സാപ്പിലൂടെ, എഴുത്തിലൂടെ, കുറിപ്പിലൂടെ ഓരോ പള്ളികളിലും ചെന്നുപെടുമ്പോ എന്റെയും നിങ്ങളുടെയും പേരതിലുണ്ടാകുമോ? ഹബീബായ നബി തങ്ങളുടെ അത്ഭുതത്തെ പറ്റി ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയാൻ തുടങ്ങി. ആയിഷയോടൊപ്പം ഉറങ്ങാനുള്ള ദിവസമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കടന്നു വന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, ഹബീബായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചോ, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബ അസ്സമാൻ. നിങ്ങൾക്കൊരിക്കലും ഖിയാമത്ത് നാൾ വന്ന് സംഭവിക്കില്ല. എങ്ങനെയാ എപ്പോഴാ വന്ന് സംഭവിക്കുന്നത്? ഹത്താ യതഖാറബ അസ്സമാൻ. സമയങ്ങളും കൊല്ലങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും ദിവസങ്ങളും വളരെ ഹൈ സ്പീഡായിട്ട് അവന്റെ മുന്നിലേക്ക് വന്നുപെടുന്നത് വരെ എന്ന് ആദരവായ നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഫതകൂനു സനതു കശഹരി. അപ്പോൾ ഒരു വർഷം കടന്നു പോകുന്നത് ഒരു മാസത്തിന്റെ കണക്കനുസരിച്ച പോലെയായിരിക്കും. ഇന്നലെയല്ലേ കടന്നു പോയത് ഒരു വർഷം, ഇപ്പോഴാണ് അത് കടന്നു പോയത്. ഒരു വർഷം കഴിഞ്ഞോ റബ്ബേ? ഞാനും നിങ്ങളും ചോദിച്ചു പോകാറുണ്ട്. ഇന്നയാള് മരിച്ച ഒരു വർഷമായോ? എന്റെ വാപ്പ മരിച്ചിട്ട് ഒരു വർഷമായോ? എന്റെ ഉമ്മ മരിച്ചിട്ട് ഒരു വർഷമായോ? ഇന്നലെ പോലെ തോന്നുന്നു. ഒരു വർഷം പോകുന്നത് ഒരു മാസത്തിന്റെ കണക്ക് പോലെ. ഒരു മാസം കടന്നു പോകുന്നത് ഒരാഴ്ച പോലെ കടന്നു പോകുന്നു. ഒരാഴ്ച കടന്നു പോകുന്നത് ഒരു ദിവസം പോലെ കടന്നു പോകുന്നു. ഒരു ദിവസം കടന്നു പോകുന്നത് ഒരു മണിക്കൂർ പോലെ കടന്നു പോകുന്നു. ഒരു മണിക്കൂർ കടന്നു പോകുന്നത് ഈന്തപ്പനയുടെ ഓലകൾ ഇങ്ങനെ കാറ്റത്ത് ഇളകി ഇങ്ങനെ ആടുന്നത് പോലെ വളരെ ഹൈ സ്പീഡായിട്ട് അത് കടന്നു പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ വ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലചക്രം അതിശീഘ്രമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെയും കാത്തു നിൽക്കുന്നില്ല. ഒരു നന്മയ്ക്ക് വേണ്ടി കരുതി വെക്കുമെന്നവൻ നാളെ ആ നന്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് നിന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യനെയും പിറ്റേ ദിവസം അത് കാത്തു നിൽക്കുന്നില്ല. അന്നത്തെ ദിവസം കാത്തു നിൽക്കുന്നില്ല. ആ മനുഷ്യന്റെ കാലം കൊണ്ടുപോകുന്നത് അവന്റെ ആയുസ്സിനെയും കൂടിയാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും പലപ്പോഴും ഒക്കെ പറയാറുണ്ട്, സാധേ എനിക്ക് 41 വയസ്സായി, എനിക്ക് 51 വയസ്സായി. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രായം കൂടുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട്, ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്കൊരു വയസ്സ് കൂടി 50 വയസ്സുള്ള ആള് പറയും 51ആയി, 25 വയസ്സുള്ള ആള് പറയും 26ആയി, 30 വയസ്സുള്ള ആള് പറയും 31ആയി. ഓരോ വർഷം കഴിയുന്തോറും നാം പറയുന്നത് ഒരു വയസ്സ് കൂടി എന്നാണ്. മറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ ആയുസ് തീർച്ചയായിട്ടും ഒരു വയസ്സ് കൂടുകയല്ല ചെയ്യുന്നത്, ഒരു വയസ്സ് കുറയുകയാണ് ചെയ്യുന്നത്. 65 വയസ്സിൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ 63 വയസ്സുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആയുസ്സിലേക്ക് അവൻ അടുക്കുമ്പോൾ അവനിൽ നിന്നും ഒരു വയസ്സ് കൂടി അവനിൽ കുറയുകയാണ് ചെയ്യുന്നത്. 64 ഒരു വയസ്സ് കൂടി കൂടുകയില്ല, മറിച്ച് മരണത്തിലേക്ക് അവൻ എത്താൻ വേണ്ടി അവന്റെ വയസ്സിൽ നിന്നും ഒരു വയസ്സ് കുറഞ്ഞു. അല്ലാഹു നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഇബ്നു ആദം, ഏ മനുഷ്യരെ, തുഇൽ അർള ബിഖദമിക, നിന്റെ ഭൂമിയിൽ നീ നിന്റെ പാദങ്ങൾ കൊണ്ട് നീ ചവിട്ടണം. എങ്ങനെയാ ചവിട്ടേണ്ടത്? നീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിന്റെ പാദമുദ്രകൾ പതിപ്പിച്ച നിന്റെ ഭൂമിയുണ്ടല്ലോ, നീ ചവിട്ടി മെതിച്ചു കൊണ്ടുപോകുന്നു, നീ സഞ്ചരിച്ചു കൊണ്ടുപോകുന്നു, നീ ചവിട്ടി നീ എത്രയോ പ്രയാണങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന നിന്റെ ഭൂമിയുണ്ടല്ലോ, ഒരല്പസമയം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഉള്ളിലേക്ക് നീ പോകേണ്ടവനാണ്. അതുകൊണ്ട് മനുഷ്യരെ നീ ഒന്ന് ചിന്തിക്കണേ, നിന്റെ ഭൂമി നടന്നു പോകുന്ന ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിക്കടിയിലേക്ക് നീ പോകേണ്ട മനുഷ്യനാണ്. നിന്റെ കാൽപാദങ്ങൾ നീ ഭൂമിയിലേക്ക് ഒന്ന് പതിപ്പിക്കുമ്പോൾ രാജാതിരാജനായ റബ്ബിലേക്ക് നീ ഒന്ന് ഓർത്തിട്ട് നീ ഒന്ന് ചിന്തിക്കണേ, അല്ലാഹുവേ, ഞാൻ മരണപ്പെട്ട് ഭൂമിയുടെ അടിയിലേക്ക് ഒന്ന് പോകേണ്ടവനാണ്. അഹങ്കാരത്തോടുകൂടി, അഹന്തയോടുകൂടി, ധിക്കാരത്തോടുകൂടി, സാമ്പത്തികമായ ഐശ്വര്യത്തോടുകൂടി
ആയുധത്തിൽ അഹങ്കരിച്ചുകൊണ്ട്, ആരോഗ്യത്തിൽ അഹങ്കരിച്ചുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഈ ഭൂമിയുടെ മണ്ണിലേക്ക് നിങ്ങൾ ചവിട്ടി മതിക്കുമ്പോ ഒന്ന് നിങ്ങൾ ചിന്തിക്കണേ, നീ ചവിട്ടി മതിക്കുന്ന നിന്റെ ഭൂമിയുണ്ടല്ലോ, ആ ഭൂമി ഒരല്പസമയം അങ്ങോട്ട് മാറുമ്പോ ആ ഭൂമി കീറിയിട്ട് ആരുടെ മണ്ണിൽ കുഴിച്ചിട്ട് അതിന്റെ മുന്നിലേക്ക്, അതിന്റെ ഉള്ളിലേക്കാണ് മനുഷ്യരെ നിങ്ങളെ അടക്കം ചെയ്യപ്പെടുന്നത്. ആ ഒരു ചിന്താഗതി നിനക്കുണ്ടാകട്ടെ എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോ, പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ വേണ്ടി ഹിജ്റ വർഷത്തിന്റെ പുതുവർഷത്തിലേക്ക് പാദമൂന്നാൻ കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ, ആ പരിശുദ്ധമായ ഹിജ്റയുടെ ഒന്നാമത്തെ പുതുവർഷത്തിന്റെ ദിവസത്തിലേക്കായി സുനീളുമോ എന്ന് എനിക്കോ നിങ്ങൾക്കോ തീർച്ചപ്പെടുത്താൻ കഴിയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ജീവിച്ചവര്, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയവര്, കഴിഞ്ഞ വെള്ളിയാഴ്ച നമസ്കാരത്തിൽ പങ്കെടുത്തവര്, ഇന്ന് എത്രയോ പേരാണ് നമസ്കാരം, മയ്യത്ത് നമസ്കാരത്തിന്റെ ലിസ്റ്റിൽ നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുള്ളത്. ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണേ, അടുത്ത വെള്ളിയാഴ്ച ദിവസം പല പള്ളികളിലും മയ്യത്ത് നമസ്കാരത്തിന്റെ അഭ്യർത്ഥന സോഷ്യൽ മീഡിയകളിലൂടെ, വാട്സാപ്പിലൂടെ, എഴുത്തിലൂടെ, കുറിപ്പിലൂടെ ഓരോ പള്ളികളിലും ചെന്നുപെടുമ്പോ എന്റെയും നിങ്ങളുടെയും പേരതിലുണ്ടാകുമോ? എന്റെയും നിങ്ങളുടെയും പേരതിലുണ്ടാകുമോ? ജാബിർ മന്നാനിയുടെ മയ്യത്ത് നമസ്കരിക്കണമെന്ന് അടുത്ത വെള്ളിയാഴ്ച മഹല്ലുകളിൽ അറിയിപ്പുണ്ടാകുമോ? എനിക്കോ നിങ്ങൾക്കോ തീർച്ചപ്പെടുത്താൻ കഴിയില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, നിന്റെ ഭൂമിയിൽ നീ ചവിട്ടണം സഹോദര, നിന്റെ മരണത്തെ ഓർമ്മിച്ചുകൊണ്ടാകണേ നീ ചവിട്ടേണ്ടത്. ഇബ്നു ആദമ ഇന്നമാ അന്ത അയ്യാ, നിങ്ങൾക്ക് കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളുണ്ടല്ലോ, ഫകുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅദുക, ഓരോ ദിവസം കടന്നു പോകുമ്പോഴും, ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നിന്റെ ആയുസ്സിന്റെ ഭാഗങ്ങളാണ് മുറിഞ്ഞു വീഴുന്നത്. നിന്റെ ആയുസ്സിന്റെ ഇതളുകളാണ് ഇങ്ങനെ ഇടർന്നു വീഴുന്നത്, പതറി വീഴുന്നത്, ചിതറി വീഴുന്നത്. ഒരു ദിവസം കഴിഞ്ഞാൽ ഈ മരണത്തിലേക്ക് ഒന്നുകൂടി എടുത്തോ, മറ്റൊരു ദിവസം കടന്നു പോയാൽ ആ ദിവസം കൂടി കടന്നുപോയി നിന്റെ ആയുസ്സിലേക്ക്, നിന്റെ മരണത്തിലേക്ക് ഒന്നുകൂടി നീ എടുത്തു എന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രസവിക്കപ്പെട്ടതിനു ശേഷം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ആയുസ്സുകളും, ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ് അല്ലാഹു 60 വയസ്സോ 70 വയസ്സോ 80 വയസ്സോ 100 വയസ്സോ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എങ്കിൽ, ആ പ്രസവിക്കപ്പെട്ട ദിവസം മുതൽ ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ്സിന്റെ ഓരോ തലങ്ങൾ ഇടന്നു വീഴുകയാണ്, ഓരോ തലങ്ങൾ മറിഞ്ഞു വീഴുകയാണ്. അതെല്ലാം ഇടർന്നു വീഴുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? നമുക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? ഇല്ല. രാപ്പകലുടെ മാറ്റത്തിൽ പോലും നമുക്ക് ചിന്തയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ, മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് കടന്നു വരുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ ഏറ്റവും വലിയൊരു അത്ഭുതത്തെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരോ ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ അത്ഭുതത്തെ പറ്റി ചോദിച്ചപ്പോ ഫബക്കത്ത് ആയിഷ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കുറിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, ഇബ്നു ഉമറേ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് ഒരു ദിവസം എന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. നബി തങ്ങൾക്ക് ധാരാളം ഭാര്യമാരുണ്ടല്ലോ, എനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട എന്റെ ഊഴത്തിന്റെ ദിവസമാണ്. അല്ലാഹുവിന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് രാത്രി കടന്നു വരുന്നുണ്ട്. അത് ആയിഷയ്ക്ക് വേണ്ടി നിശ്ചയിച്ച ദിവസമാണ്, ആയിഷയോടൊപ്പം ഉറങ്ങാനുള്ള ദിവസമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കടന്നു വന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, ഇദല്ലി അൻ അഅ്ബുദ റബ്ബി, ആയിഷ, ഇന്നത്തെ ദിവസം നിന്നോട് ഉറങ്ങാതെ എനിക്ക് നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസം എനിക്കറിയാം ആയിഷ, ആ നിന്റെ ദിവസം എനിക്കൊന്ന് ഇബാദത്ത് ചെയ്യാൻ എനിക്കൊന്ന് അവസരം നൽകുമോ ആയിഷ? അങ്ങേക്ക് ഇഷ്ടത്തിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ അനുവാദം നൽകിയിരിക്കുന്നു റസൂൽ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം എഴുന്നേറ്റു.
അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ തൊട്ടടുത്ത പള്ളിയിലേക്ക് കടന്നുപോയി, റസൂലിന്റെ പള്ളിയിലേക്ക് കടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്നത് കരഞ്ഞുകൊണ്ടാ പോകുന്നത്, കരഞ്ഞുകൊണ്ടാ പോകുന്ന വിശുദ്ധ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പരിശുദ്ധമായ ഒന്നു കർമ്മം നിർവഹിച്ചു. ഒന്നു ചെയ്തതിനു ശേഷം പരിശുദ്ധമായ ഖുർആൻ കയ്യിലെടുത്തു. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ദിവസത്തിലുള്ള ദിവസം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നുണ്ട്. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല ഈ കാഴ്ച കാണുന്നുണ്ട്. ബിഅബീ വഅന്ത ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ ബാപ്പയും അങ്ങേക്ക് ദർപ്പണം നബിയേ, അങ്ങേക്ക് സമർപ്പണം നബിയേ. എന്താ അങ്ങ് കരയുന്നത്? അങ്ങയുടെ മുൻപിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ടുവല്ലോ റസൂലേ, എന്തിനാ അങ്ങ് കരയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ പള്ളിയിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഹേ ബിലാൽ, അഫലാ കൂനു അബ്ദൻ ശകൂറാ, ഏ ബിലാലേ, അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതിന് തിരിച്ച് അല്ലാഹുവിനോട് എനിക്ക് നന്ദി ചെയ്യണ്ടയോ ബിലാലേ, നന്ദി ചെയ്യണ്ടയോ ബിലാലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പൊട്ടിക്കരയുന്നു. എന്നിട്ട് ബിലാലിനോട് പറഞ്ഞു കൊടുക്കുന്നു, ബിലാൽ, ഏ ബിലാലേ, നസലുൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇപ്പോൾ ഇറങ്ങി വന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് ഇതുപോലെ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തെന്നറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا فسبحانك سبحانك فقنا عذاب النار. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ബിലാലിന്റെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം ഓതി കൊടുക്കുന്നു. നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുണ്ടല്ലോ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതുപോലെ രാത്രിയുടെയും പകലിന്റെയും വ്യത്യസ്തതകൾ ഉണ്ടല്ലോ. രാത്രി കഴിഞ്ഞാൽ പകൽ കടന്നു വരുന്നു, പകൽ കഴിഞ്ഞാൽ രാത്രി കടന്നു വരുന്നു. ഒരേ ദിവസം ഒരേ രാത്രി ഒരുമിച്ച് ഒരേപോലെ രണ്ട് പകലുകൾ ചേർന്ന് വരാറില്ല, രണ്ട് രാത്രികൾ കടന്നു വരാറില്ല. എത്രയോ അത്ഭുതമാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, എത്രയോ അത്ഭുതമാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖൂദാ, അല്ലാഹുവിനെ ഓർമ്മിച്ച് കരഞ്ഞുകൊണ്ട് അവന്റെ അടിമകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈഭവങ്ങളെ ചിന്തിച്ചുകൊണ്ട് അവർ കരയുന്നവരും അവർ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുന്നവരുമാണ്. മാത്രമല്ല അവർ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നവരാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ്. നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അവരുടെ പാർശ്വഭാഗങ്ങളിൽ കിടന്നുകൊണ്ടുമൊക്കെ അവർ അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്നവരാണ്, അല്ലാഹുവിനെ സ്മരിക്കുന്നവരാണ് എന്നർത്ഥമുള്ള പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ. അവസാന വിശുദ്ധമായ ഖുർആൻ റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഈ അണ്ഡകടാഹം മുഴുവൻ ആകാശഭൂമികൾ മുഴുവൻ അല്ലാഹുവേ നീ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ല നാഥാ, ഇത് നിന്റെ അത്ഭുതങ്ങൾ തന്നെയാണ് റബ്ബേ എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യന്മാര് വിശ്വാസികൾ അല്ലാഹുവിനെ ഓർമ്മിച്ച് കരയുന്ന വിശുദ്ധമായ ആയത്തുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓതിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ആ പരിശുദ്ധമായ ആയത്ത് ബിലാലിലേക്ക് ഓതിക്കൊടുത്ത് പറയുന്നു, ബിലാലേ, പരിശുദ്ധമായ ആയത്തുണ്ടല്ലോ, ആ പരിശുദ്ധമായ ആയത്ത് വൈലുൽ ലിമൻ ഖറഅ ഹാദിഹിൽ ആയത്തി വലം യതഫക്കറു ഫീഹാ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം ഓതിയിട്ട് ഇത് ചിന്തിക്കാത്തവർക്ക്, ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തെ പറ്റി ഓർക്കാത്തവർക്ക് നാശമാണ് 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 എന്ന് പറഞ്ഞ് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാലങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു, രാത്രിയും പകലും മാറി മാറി കടന്നു പോകുന്നു. ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതോടൊപ്പം നമ്മുടെ ആയുസ്സുകൾ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട്, നാം മരണത്തിലേക്ക് അടുക്കുന്നുണ്ട്. പരിശുദ്ധമായ ഹിജ്റ മാസത്തിന്റെ ഒന്നാമത്തെ മാസത്തിലേക്ക് പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മരണത്തെ കുറിച്ച് നാം ചിന്തിക്കണം, സൽക്കർമ്മങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്.